ഇപ്പോൾ അഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കീർത്തി കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. കീർത്തി, ഈ അപകടമുണ്ടായ വീട് താങ്കൾക്ക് പരിചയമുണ്ടോ? എന്റെ പഞ്ചായത്തിലാണ്. അഴൂർ ക്ഷേത്രം പരിചയമില്ല. ഹലോ, നേരിട്ട് പരിചയമില്ല? ഇല്ലില്ല, നേരിട്ട് പരിചയമില്ല. എങ്കിലും ഈ ഒരു മേഖല എങ്ങനെയാണ്? ഈ തീരപ്രദേശവുമാണ്, ഒപ്പം ചുറ്റുപാടുമൊക്കെ കാടും പടലവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഒപ്പം അവർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു വീടാണ് എന്ന് തോന്നുന്നു. അതെ, മെമ്പർ രാവിലെ മെമ്പറാണ് ഈ ഒരു വിഷമം പിടിച്ച ഒരു വാർത്ത എന്നെ അറിയിച്ചത് രാവിലെ. അപ്പോഴേ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചതും അങ്ങനെയാണ്, എങ്ങനെയായിരിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടാവാൻ കാരണം എന്തെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് വീട് വളരെ ശോചനീയമാണ്, അവരുടെ അവസ്ഥയും വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ പൊതുവിൽ ആ പഞ്ചായത്തിൽ ഇത്തരം പ്രതിസന്ധി, അതായത് ഈ പാമ്പ് അങ്ങനെ ഇഴജന്തുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്ന ഒരിടമാണോ? അതെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് അഴൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് തീരദേശ മേഖലയാണ്, കായൽ പ്രദേശങ്ങളാണ് കൂടുതലും. അപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള കാട് പിടിച്ചിടക്കുന്ന പ്രദേശങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. പാമ്പിന്റെ ശല്യവും നല്ല രീതിയിലുണ്ട്. ഈ അപകടത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകേണ്ട സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ഒക്കെ പഞ്ചായത്തിന്റെ ആലോചനയിലേക്ക് വരുമോ? അതെ, ഞങ്ങള് മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം തുടങ്ങാനായിട്ട്, അതായത് 25-ാം തീയതി മുതൽ തുടങ്ങാനായിട്ട് ഉള്ള എല്ലാ സംവിധാനങ്ങളും റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. നമ്മൾ 25-ാം തീയതി മുതൽ ശുചീകരണ യജ്ഞം ആരംഭിക്കുമായിരുന്നു. അപ്പോഴേ കാട് പിടിച്ച പ്രദേശങ്ങള്, ചന്തകള്, ഈ പൊതുസ്ഥലങ്ങള് ഇങ്ങനെയുള്ള എല്ലായിടവും പോയി നോക്കുകയും അത് ചെയ്യാനുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ടെത്തി വെക്കുകയും ചെയ്തായിരുന്നു. പക്ഷേ നമുക്കത് നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു സംഭവം മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു വേദന നൽകുന്ന ഒരു സംഭവം ഉണ്ടാവേണ്ട ഒരു അവസ്ഥ വന്നുപോയി. 8 വയസ്സായ കുഞ്ഞെന്ന് പറയുമ്പോൾ പിഞ്ചു മകൻ, അവൻ എത്രയോ വർഷം ഇനി ജീവിക്കേണ്ടതാണ്. ഇതുപോലൊരു വാർത്ത എന്ന് പറയുന്നത് ഒരു അമ്മ എന്ന നിലയ്ക്കും എനിക്ക് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. ശരി, വളരെ നന്ദി കീർത്തി ഞങ്ങളോട് പ്രതികരിച്ചതിന്. വലിയ തോതിൽ ഈ സൂചിപ്പിക്കുന്ന പോലെ ഏറെ ദുഃഖകരമാകുന്ന ഒന്നാണിത്. തീർച്ചയായും ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. നമ്മൾ ഒരു അപകടത്തിൽ പെട്ടതിന് ശേഷം പിന്നീട് അതിന് പരിഹാരം കണ്ടെത്തുക എന്നത് വളരെ ശ്രമകരമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് വലിയ തോതിൽ ഈ ഇഴജന്തുക്കളുടെ ശല്യത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ മേഖലയിൽ ഉള്ളവർ ആവർത്തിച്ച് പറയുന്നത്. പ്രത്യേകിച്ച് ചൂടുകാലം ആണ്. ചൂടുകാലമായതിനാൽ തന്നെ കൂടുതൽ കരുതൽ പുലർത്തുക, വീടും പരിസരവുമെല്ലാം വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. ഒപ്പം ഇങ്ങനെയൊരു പാമ്പുകടി ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ തന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക, ഒരു നിമിഷം പോലും പാഴാക്കാതെ എന്നതുകൂടിയാണ് പറയേണ്ടതായി വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.